താരൻ തലയിൽ നിന്നും പറക്കും. അതാണ്ട് ഈ ഒരു സാധനം ഒന്ന് തൊട്ടാൽ മതി. താരൻ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം താരം വന്നു കഴിഞ്ഞാൽ അറിയാം, ചെറുതായിട്ടൊന്ന് തലയൊന്ന് ഉയർക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം വീഴും. ഇപ്പം മഴ, ചെറിയ ചാറ്റമഴ നനയുക, നമ്മൾ ചെറിയ വെള്ളം വീഴുകയോ ചെയ്താൽ അതിശക്തമായ ചൊറിച്ചിലായിരിക്കും, നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം താരന് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങൾ ഉപയോഗിക്കും, ഷാമ്പു ഉപയോഗിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ചാലും താരനിത് കുറച്ച് ദിവസത്തേക്ക് മാറും, വീണ്ടും വരും. അപ്പോൾ നമുക്ക് താരനെ നമ്മുടെ തലയിൽ നിന്നും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ റെമഡിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഇത് കണ്ടോ, ഇത് നല്ല തൈരാണ്. നമുക്ക് നല്ല കട്ടത്തൈര് എടുക്കാൻ പറ്റുമെങ്കിൽ തൈര് എടുക്കുക. അത്യാവശ്യം പുളിയില്ലാത്ത തൈര് എടുത്താൽ ഏറ്റവും നല്ലത്. ഇത് ഉലുവ പൊടിയാണ്. ഉലുവ നമ്മളെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ തൈരിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു നേരം പുരട്ട ഉള്ളതാണ്. തൈരിലേക്ക് ഒരു സ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും മതി. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ തൈരിനെയും ഉലുവപ്പൊടിയോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സായി വന്ന് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പം ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു കാരണവശാലും നിങ്ങൾ രാത്രിയിൽ ചെയ്യാതിരിക്കുക. കാര്യം രാത്രി ചെയ്താൽ ചിലപ്പോൾ അറിയത്തില്ല, നമ്മുടെ കൂടുതൽ തണുപ്പ് തലയിലെത്തി ജലദോഷം പോലുള്ള അല്ലെങ്കിൽ പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും രാവിലെ ഉച്ച സമയങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, സന്ധ്യ സമയത്ത് ചെയ്യരുത്. അപ്പോൾ ഇതിൽ 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ തലയോട്ടിയിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നല്ല രീതിയിൽ തലയോട്ടിയിൽ ഇത് തേച്ച് നന്നായിട്ട് അതിനെ ചുരണ്ടി ഇളക്കുക. ഈ ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാം. ഈ ഒരു 10-15 മിനിറ്റ് നമ്മളിത് പുരട്ടിയതിന് ശേഷം തലയിൽ വെക്കണം. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകിക്കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. 2 ആഴ്ച ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഇത് മാറ്റമില്ലാതെ വരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തോർത്ത് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ നല്ലപോലെ പുഴുങ്ങിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. 2, നമ്മളുടെ തല വെക്കുന്ന തലവണയുടെ തലവണ കവറുണ്ടാവും, അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക. 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ബൈക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹെൽമെറ്റിന് അകത്തൊരു പാളി ഉണ്ടാവും. അതിനെ പുറത്തെടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെയും കൂടെ കഴുകുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള റെമഡികൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം വീണ്ടും നമുക്ക് താരം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളപ്പോൾ ഉപയോഗിച്ച് നോക്കിയോ. ഓക്കെ, ബൈ.